നേരത്തെ നമ്മൾ നേരെ യാർഡിൽ നിലത്തേക്ക് ഇട്ട സമയത്ത് ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. നേരെ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ബ്ലോക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും പൊട്ടൂല എന്നൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം അങ്ങനെ പൊട്ടാതെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ഉരുക്കിലോ മറ്റോ ഉണ്ടാക്കി കഴിഞ്ഞാലായിരിക്കും പൊട്ടാത്ത ബ്ലോക്കുകൾ നമുക്ക് കിട്ടുക. ഇത് തീർച്ചയായിട്ടും പൊട്ടുന്നെ ചെയ്യും. പക്ഷേ എത്രത്തോളം ലോഡ് അപ്ലൈ ആകുമ്പോഴാണ് പൊട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ താഴെ സെയിം ഒരു ബ്ലോക്ക് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് എറിഞ്ഞു നോക്കാം. അത് സിമെൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ട് നേരെ പെയിൻ്റ് അടിച്ചത്. ഞാനത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈവൻ സർഫേസ് ആയിട്ട്, അതായത് ശരിക്കും ഇത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഒരു വാള് പ്ലാസ്റ്റേർഡ് ആണോ? സെയിം തന്നെ, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, പുട്ടിയിട്ടിട്ട് ഡയറക്റ്റ് പുട്ടി, ഇതിന്റെ മേലെ ഡയറക്റ്റ് പുട്ടി, ഈ വാളില് നേരെ പുട്ടിട്ട് പെയിന്റ് അടിച്ചതാണ് പെയിന്റിംഗ് ചെയ്തത്. നമ്മളിപ്പോൾ അകത്ത് കണ്ടിട്ടുള്ള പെയിന്റഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ബ്രിക്കിന്റെ നേരെ ഔട്ട്സൈഡ് ആയി കാണുന്നത്. ഔട്ട്സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നീറ്റായിട്ട് നമ്മുടെ സിമെന്റ് ഇന്റർലോക്കിംഗ് ബ്ലോക്കുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ നമ്മുടെ എപ്പിസോഡിലായിട്ട് നമ്മൾ മഡ് ബ്ലോക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് വലിയൊരു ഒരു എൻക്വയറി ഞങ്ങൾക്കും വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇത് കാലിക്കറ്റിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും നമ്മൾ മലപ്പുറത്ത് ഇത്തരത്തിൽ മഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശക്തി സ്റ്റോൺ മാർട്ട് എന്നാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇവരുടെ കയ്യിൽ ഒത്തിരി വേറെ ബിൽഡിംഗ് മെറ്റീരിയൽസും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഒറ്റ റൗണ്ടിൽ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മഡ് ബ്ലോക്ക് ഇവിടെ എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ, അതായത് നമ്മുടെ മഡ് ബ്ലോക്കിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മഡ് ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ആ വീഡിയോ കാണുന്നതിനായിട്ട് തൊട്ട് മുകളിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്രസീവ്, അതിനകത്ത് നമ്മൾ ഈ മഡ് ബ്ലോക്കിൻ്റെ മാത്രമല്ല ചെങ്കല്ല്, AC ബ്ലോക്ക്, സിമെൻറ്റ് ബ്ലോക്ക്, ഇതിൻ്റെ എല്ലാം കംപ്രസീവ് സ്ട്രെങ്ത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ലൈവായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണ ഉണ്ടാവാനായിട്ട് സഹായിക്കും. എന്നാലും ഞാൻ ആർക്കിടെക്ചറും ആറ്റിഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഡ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നിങ്ങൾ മഡ് ബ്ലോക്കിൻ്റെ നമ്മളിവിടെ ചെയ്യുന്ന സൈസസ് ഒക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നോളൂ. നമ്മൾ മെയിനായിട്ട് 2 സൈസിലാണ് ചെയ്യുന്നത്. ഒന്ന് 8-8-12, 6-8-12. 8-8-12 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മുമ്പ് ചെയ്തിട്ടൊന്നും നമ്മൾ ആ സൈസ് കണ്ടിട്ടില്ല. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ 6-8-12 എന്ന് പറയുമ്പോൾ ഈ 6 ഇഞ്ച് തന്നെ നമുക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ച് വീതി കിട്ടും, 6 ഇഞ്ച് ഹൈറ്റ് ആയിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് ഒരു സൈസും കൂടെ ചെയ്യുന്നുണ്ട്, അതായത് 8 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസിങ് എങ്ങനെയായിരിക്കും? പ്രൈസ് റേഞ്ച് നമുക്കൊരു 38 റുപ്പീസ് ആണ് ഇതിൽ വരുന്നത്. ശരി, നമുക്ക് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് 15 കിലോമീറ്റർ റേഡിയസിൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഡെലിവറി ചെയ്യാം. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്കുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം, നമ്മൾ മലപ്പുറത്ത്, നമ്മൾ പ്രോപ്പർ പാണക്കാടല്ലേ ഉള്ളത്, മലപ്പുറത്ത് പാണക്കാടാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു കോസ്റ്റ് വരും. അപ്പോൾ അത് ഒരിക്കലും ഫീസിബിൾ അല്ല അല്ലേ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ഈ പാണക്കാടിനെ ചുറ്റിപ്പറ്റി ഒരു 15 കിലോമീറ്ററിനകത്താണെങ്കിൽ 38 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ 6-8-12 സൈസ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെയുള്ള സ്ഥലങ്ങളിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ വരും. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഇത് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നു. ഓക്കെ, നമുക്ക് മെയിനായിട്ട് നമ്മൾ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ക്വാളിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്കിന്റെ മെറ്റീരിയൽ ഏറ്റവും നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇതുണ്ട്. ആ മണ്ണ് കിട്ടുവാണെങ്കിലാണ് നമുക്ക് ബ്രിക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെറിയൊരു അങ്ങനത്തെ മണ്ണായിരിക്കണം നമുക്ക് എപ്പോഴും കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി നല്ല മെയിൻറ്റെയിൻ. അപ്പോൾ നമ്മുടെ ഈ ചെങ്കല്ല് വെട്ടുന്ന കോറിന്നൊക്കെ തന്നെയാണോ? അതെ, അവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും. അതെ, അവിടെയാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത്. ശരി, ഞാൻ വിട്ടുപോയൊരു കാര്യം, അതായത് നമ്മൾ ഇവരുടെ മഡ് ബ്ലോക്കിന്റെ കോസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ചെങ്കലിന്റെ പ്രൈസും കൂടെ ഒന്ന് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇവിടെ ചെങ്കലിന്
ഏറെക്കുറെ 50 രൂപയാണ് ചെങ്കലിന് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതും ഈ പറയുന്നത് പോലെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 55 റേഞ്ചിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മെഷീനിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ശരി, ഫസ്റ്റ് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ മണ്ണിൽ വരുന്ന ആവശ്യമില്ലാത്ത കച്ചറകൾ അതുപോലെ മാറ്റാനായിട്ട് പറ്റും. അതുപോലെ വലിയ കുറച്ച് പീസസ് വരും. അതായത് ഇതിൽ ഫിൽട്ടർ ചെയ്ത് അല്ലാതെ വരുന്ന ആ വലിയ പീസസ് എനിക്ക് തോന്നുന്നു ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ വരുന്ന വലിയ കല്ലുകൾ, ഇത് ക്രഷിംഗ് മെഷീനാണ്. ഈ ക്രഷറിൽ ഇട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ട് അത് നേരെ ഈ ഹൂപ്പറിൽ നമ്മൾ ഹൂപ്പറിൽ സിമെന്റ് നമ്മുടെ സ്പെസിഫിക് റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് ഹൂപ്പറിൽ ഇട്ടിട്ട് നേരെ ഈ പാൻ മിക്സറിൽ വരും. പാൻ മിക്സറിൽ നമ്മൾ പ്രോപ്പർ മിക്സിംഗ് ചെയ്യും. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്യുന്നതൊക്കെ പാൻ മിക്സറിലാണ്. ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ നമ്മുടെ ആ സ്പെസിഫിക് റേഷ്യോ വെച്ചിട്ടുള്ള ഒരു മിക്സിംഗ് നടക്കും. അത് കഴിഞ്ഞിട്ട് നേരെ അതൊന്ന് ഈ ലൂപ്പ് വഴി നമുക്ക് മെഷീനിൽ വരും. അതായത് നമ്മുടെ വെള്ളം എല്ലാം മിക്സ് ചെയ്ത് ആ പ്രോപ്പർ മിക്സിലുള്ള സാധനം ഇവിടെ എത്തി നിന്നിട്ടുണ്ട്. അതെ, എന്നിട്ട് ഇവിടെ നമുക്ക് 35 ടൺ ഹൈഡ്രോളിക് പ്രഷർ, ഡബിൾ സൈഡ് ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ ഇത് മാനുഫാക്ചർ. അതായത് ആ പ്രോസസ് എല്ലാം നമ്മൾ ഈ ഇത്തരത്തിലുള്ള ബ്ലോക്ക് മാനുഫാക്ചറിങ്ങിന് എല്ലാം സെയിം ഇതിൽ തന്നെ വരുന്നത്. ഇതില് എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു മിക്സ് ആയിരിക്കും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവുക. സ്പെസിഫിക് ആയിട്ടുള്ള സിമെന്റ് ആൻഡ് ഈ മഡിന്റെ ഒരു റേഷ്യോയിലായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. ഈ സാധനം ഇപ്പൊ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇതിന്റെ അടുത്തൊരു ക്യൂറിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക? ക്യൂറിംഗ് പ്രോസസ് നമ്മൾ ഇത് നേരെ ഒരു 1 വീക്കൊക്കെ നമ്മൾ പുറത്ത് വെക്കും. അതിന് നമ്മൾ വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒരു വാട്ടർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ദിവസം? നമ്മളൊരു 1 വീക്ക് അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ടു ഡെലിവർ ആണ്. ശരി, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് എറിഞ്ഞും പൊട്ടിച്ചും ഒക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കാം. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ ബ്ലോക്ക് കുറേ നാൾ കഴിയുമ്പോഴേക്കും സിമെൻറ്റും മഡുമായിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ബോണ്ടിങ് പോയി അത് പൊടിയായി പോവും, അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ മഡിൻ്റെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാൾ. അപ്പോൾ ആ കോമ്പൗണ്ട് വാൾ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്നത് ഏകദേശം 15 വർഷത്തോളമായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്താ പറയുക മോശമായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഡ് ബ്ലോക്കിൻ്റെ അതേ എന്താ പറയുക കോമ്പിനേഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ സിമെൻറ്റൊക്കെ കൂടുതലുള്ളൊരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ മഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് മഡ് ഇൻ്റർലോക്ക് ബ്ലോക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു കോമ്പോസിഷനിലാണ് മഡ് ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് ചെയ്യുന്നത്. പോരാത്തതിന് ഡബിൾ സൈഡ് കംപ്രസിങ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ മഡ് ബ്ലോക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കാട്ടിലൊക്കെ ലൈഫ് കൂടുതൽ കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്ക് വെച്ചിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് തൊട്ട് മുകളിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന, കാരണം നമുക്കിപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മലപ്പുറം പോലുള്ളൊരു സ്ഥലത്ത് ഇപ്പോഴും ചെങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള മഡ് ബ്ലോക്ക്, അതായത് നമ്മൾ ഈ ചെങ്കലിൻ്റെ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സിമെൻറ്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മഡ് ബ്ലോക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഒരു കല്ലിനെയും ഒരു കല്ലെന്നല്ല, ഒരു മെറ്റീരിയൽ നമ്മൾ ഈ മെറ്റീരിയലാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഈ മെറ്റീരിയലാണ് ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ്, നമ്മുടെ ബഡ്ജറ്റ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ വർക്കിന് നല്ലത് നമ്മൾ ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിനെ ഇങ്ങനെ രീതിയിലല്ല പറയാം, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. നമുക്കിവിടെ മഡ് ബ്ലോക്കിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്കത് തീരുമാനിക്കാം ഇത് ഈ പർപ്പസ് നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലോക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. നമുക്ക് മെയിനായിട്ട് ഇത് വെയിറ്റ് കുറക്കാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോർ എടുക്കുന്ന ഇതാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ്, കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രിക്സിനെ നമ്മുടെ ബ്ലോക്കിന് നമുക്ക് ഇതിന് വരുന്ന വെയിറ്റ് ഏകദേശം 18 കിലോ ഒക്കെയാണ് നമുക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഫ്ലോർ ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തേത് കൂളിംഗ് നിലനിർത്തുക, കാരണം കൂടുതലും 90% നമുക്ക് മഡാണ് വരുന്നത്. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
പിന്നെ അതേപോലെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് പക്ക ഫിനിഷിംഗ് ആണ് വരുന്നത്, അതുകൊണ്ട് സ്പീഡ് ആക്കാൻ പറ്റും. മെറ്റീരിയൽസ് കുറയ്ക്കാൻ പറ്റും. അതെ, മെറ്റീരിയൽസ് കുറയ്ക്കാൻ വരുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഇത്രയും ഫിനിഷിംഗിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഈവൻ സിമെന്റ് ഗ്രൗട്ട് പോലും യൂസ് ചെയ്യണമെന്നില്ല, സിമെന്റ് മോട്ടാർ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഗം യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രസ് അല്ലേ അങ്ങനെ അത് ചെയ്ത് പോകാം. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കും തീർച്ചയായിട്ടും. പിന്നെ പ്ലാസ്റ്റിക്കിന് മെറ്റീരിയൽസ് കുറയ്ക്കാൻ പറ്റും. ലെവല് ചെറിയ തിക്നെസ്സിൽ ചെങ്കല്ലാവുമ്പോൾ നമുക്ക് കുറെ ഓട്ടകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്തെ ചെങ്കല്ലൊക്കെ ആണെങ്കിൽ കുറച്ച് ഓട്ടകളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് വരുന്ന ഒരു പ്ലാസ്റ്ററിങ് തിക്നെസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇതിന് നല്ല രീതിയിൽ നമുക്ക് മെറ്റീരിയലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കല്ല് എങ്ങനെയായാലും വെയിറ്റും ഉണ്ടാവും. ചെങ്കലിന് 50 രൂപ ചുരുങ്ങിയത് കോസ്റ്റ് വരും. നമുക്ക് ഈ ബ്ലോക്കിന് 38 രൂപ ആണല്ലേ. നിങ്ങൾ ഇവിടുത്തെ ഒരു 15 കിലോമീറ്റേഴ്സിനകത്ത് നിങ്ങൾ ആ പ്രൈസിന് തന്നെ അവർ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അതിന് പുറത്തേക്ക് ആ ഒരു അഡീഷണൽ കോസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക്, സിമെൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക്, അതുപോലെ തന്നെ മഡ് ഇൻ്റർലോക്കിംഗ് ബ്ലോക്കൊക്കെയാണ് നമുക്കിതിൻ്റെ, അതായത് നമ്മൾ മുകളിലേക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന കാര്യങ്ങൾ. അതിൽ സിമെൻറ്റ് ഇൻ്റർലോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്യുവറായിട്ട് സിമെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മഡ് ഇൻ്റർലോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കംപ്രസീവ് സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല അതിന്. ഇതിൻ്റെ ഒരു പകുതി ഒക്കെ കാരണം ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് വരുന്നത്, അതായത് ഈ ലെവലിലുള്ള ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എത്രയാണ് കിട്ടുന്നുണ്ട്? നമുക്കും നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അവിടെ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് 7 പോയിന്റ് സംതിങ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ലാബ് ടെസ്റ്റ് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഈ തവണ നമ്മളിവിടുത്തെ ഒരു 1-2 സാമ്പിൾസ് കൊണ്ടുപോയിട്ട് നമ്മളിതിൻ്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ആ ഡ്രോപ്പ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. കല്ല് താഴ്ത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലോക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അത്യാവശ്യം നീറ്റായിട്ട് വീണ എഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോർണേഴ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നേരെ യാർഡിൽ നിലത്തേക്ക് ഇട്ട സമയത്ത് ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. നേരെ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ബ്ലോക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും പൊട്ടൂല എന്നൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം അങ്ങനെ പൊട്ടാതെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ഉരുക്കിലോ മറ്റോ ഉണ്ടാക്കി കഴിഞ്ഞാലായിരിക്കും പൊട്ടാത്ത ബ്ലോക്കുകൾ നമുക്ക് കിട്ടുക. ഇത് തീർച്ചയായിട്ടും പൊട്ടുതന്നെ ചെയ്യും. പക്ഷേ എത്രത്തോളം ലോഡ് അപ്ലൈ ആകുമ്പോഴാണ് പൊട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ താഴെ സെയിം ഒരു ബ്ലോക്ക് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് എറിഞ്ഞു നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ല് വീണിട്ടുണ്ട്. നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് കല്ലിട്ടു. ഈ ഇട്ട കല്ലിൻ്റെയും എഡ്ജിനൊരു ചെറിയ ബ്രേക്ക്, അതുപോലെ തന്നെ നേരെ കോർണറിൽ വന്നാണ് വീണത്. ആ കോർണറുമാണ് നമുക്ക് ബ്രേക്കായി പോയിട്ടുള്ളത്. ശക്തി സ്റ്റോൺ മാർട്ട് 20 വർഷമായിട്ട് സിമെൻറ്റ് പ്രോഡക്റ്റ് മേഖലകളുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സിമെൻറ്റ് പ്രോഡക്റ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്സ്, സിമെൻറ്റ് ഹോളോ ബ്രിക്സ്, അതുപോലെ പേവിംഗ് ബ്ലോക്സ്, സിമെൻറ്റ് ഫ്ലൈ ആഷ് ഇഷ്ടിക തുടങ്ങി ഏതൊക്കെ രീതിയിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ അതെല്ലാം നമ്മുടെ കമ്പനിയിൽ ലഭ്യമാണ്. നമ്മൾ ഏകദേശം 7 ബ്രാഞ്ചുകളോളം പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ. ഇനിയും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇൻ്റർലോക്കിലാണെങ്കിലും ഏറ്റവും പുതിയ നൂതന ഡിസൈനുകൾ എപ്പോഴും നമ്മുടെ ഏരിയയിൽ ഫസ്റ്റ് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ശരി. അതുപോലെ ബ്രിക്സിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് ലോക്ക് ബ്രിക്ക് നമ്മുടെ ഏരിയയിൽ ഫസ്റ്റ് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്റർലോക്കിംഗ് ബ്രിക്സുകൾ. ശരി. ഈ ഇന്റർലോക്കിംഗ് അല്ലെങ്കിൽ പേവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഭയങ്കര അൺഡുലേറ്റഡ് ആയിട്ടിരിക്കുക, പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും നിങ്ങളുടെ പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്റർലോക്ക് പേവിംഗ് ചെയ്യുന്നതിന് മുമ്പ് പേവിംഗ് ബ്ലോക്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സൈറ്റ് കണ്ടീഷനാണ്. സൈറ്റ് കണ്ടീഷൻ ഇപ്പോൾ റീസെൻ്റ്ലി മണ്ണിട്ട സ്ഥലങ്ങളിൽ, തെങ്ങെടുത്ത സ്ഥലങ്ങളിലൊക്കെ മണ്ണ് താന്നു പോകാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ലെവല് പക്കായിട്ട് അത് സെറ്റ് ആണെങ്കിൽ മാത്രമാണ്
ഈ പ്രോബ്ലംസ്. അതായത് മണ്ണിട്ട് കഴിഞ്ഞാൽ പോരാ, വേണമെങ്കിൽ റോളറൊക്കെ കൊണ്ടുവന്ന് റീസെന്റ് ഇട്ട മണ്ണിട്ട സ്ഥലമാണെങ്കിൽ ഒരിക്കലും സെറ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ റോളർ റൺ ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഏത് ക്വാളിറ്റിയുള്ള ബ്രിക്സ് ഇട്ടാലും എത്ര ബേബി മെറ്റൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലംസ് വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെയാണ് മണ്ണിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചുമ്മാ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഇത് മാത്രം എന്താ റാമിങ് 2 തവണ ലോറിയൊക്കെ കയറ്റി ഇനി ഉറപ്പായെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പണി കിട്ടും. അപ്പൊ മസ്റ്റായിട്ട് ആ ലെവലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിലേക്ക് പോവാം. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ കളക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളതോ അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വേഗം പോകാം. നമുക്ക് ഇന്റർലോക്കില് പേവിംഗ് ബ്ലോക്കില് സ്റ്റാർട്ടിംഗ് 60 rupees to 80 rupees വരെ റേഞ്ചിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണം ഇത് നോക്കുകയാണെങ്കിൽ 5-10 ഡിസൈനിൽ വരുന്നതാണ് റോക്ക് വൺ ഡിസൈൻ എന്ന് പറയും. ഇത് നമുക്ക് 12-18 നമ്മൾ സ്റ്റോൺ ഡിസൈൻ ആണ്. ശരി, ഇതിൽ നമുക്ക് ഇപ്പം ഈ പാറ്റേൺ ഇതിപ്പോ ആ ഒരു സ്റ്റോണും ഈ സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഇത് മാത്രമായിട്ട് ചെയ്യാം. ഇങ്ങനെ പല ഡിസൈനിലും നമുക്ക് ഏത് പാറ്റേൺ വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഭയങ്കര നാച്ചുറൽ ഫീൽ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല നാച്ചുറൽ ഫീൽ ഉണ്ട്. പിന്നെ ഇതിപ്പോ 10-15 ലൈൻ നമ്മുടെ ഒരു ഡിസൈനിൽ വരുന്നതാണ്. ഇതും നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാം, അതുപോലെ ഇത് മാത്രമായിട്ടും ചെയ്യാം. കോബിൾ മാത്രം ചെയ്തിട്ട് അവരിത് ചെയ്യുന്നതാണ്. പിന്നെ ഇത് 10-20 സൈസിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് പറഞ്ഞാല് ഇപ്പൊ ഇതിനെ മറ്റുള്ള ബ്രിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ഫിനിഷ് ആണ്. അപ്പൊ ചളി നിൽക്കുന്ന മറ്റേനൊക്കെ ഇപ്പൊ നമ്മളാ പാറ ഡിസൈനിലാവുമ്പോ എന്ന് വെച്ചാല് ഇതിലൊക്കെ വെള്ളം നിൽക്കാനും ചളി നിൽക്കാനും ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഈ ഒരു ഫിനിഷില് അത്യാവശ്യം ഗ്രിപ്പും ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല. ഇത് കോബിൾ ഡിസൈൻ നാച്ചുറൽ സ്റ്റോണിന്റെ അതേ ഫിനിഷില് നമുക്ക് അതിന്റെ പകുതി പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോബിൾ സ്റ്റോൺ. അത്യാവശ്യം നല്ല ഡിസൈൻസ് ആണ്. നല്ലൊരു എന്താ പറയാ നാച്ചുറൽ ഫീൽ തന്നെ ഉണ്ട്. എല്ലാത്തിനും ടെക്സ്ചർ ഒക്കെ വേറെ വേറെ ഒക്കെ ആയിട്ട്. അതെ, ഡിഫറെന്റ് പാറ്റേണിലാണ് വരുന്നത്. എല്ലാം ഒരേ ഡിസൈനിൽ ഇത് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ക നാച്ചുറൽ. ഇതും ഈ പറഞ്ഞ പോലെ കളേഴ്സ് നമുക്ക് അതെ ഏത് 3 കളേഴ്സിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, അതേമാതിരി ചോക്ലേറ്റ് കളർ. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. ബ്രൗണിഷ് ഷെയ്ഡ് വരും. ഈ 3 കളറിൽ നമുക്ക് ഏത് സ്റ്റോണും ഏത് കളേഴ്സിലും നമുക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീടിന്റെ കളർ വീടിന്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് സ്റ്റോൺ ഡിസൈൻ ചെയ്ത് അതിന്റെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒത്തിരി വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാറെന്നുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ സാമ്പിൾസ് നമ്മൾ എടുത്തിട്ട് നമ്മളതിനൊരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യാറുണ്ട്. നമ്മളിവിടെ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടായാലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺഗോയിങ് പ്രൊജക്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫോളോ അപ്പും നമ്മൾ എടുക്കാറുണ്ട്. നമുക്കൊരു നല്ല കോൺഫിഡൻസ് ഉള്ള പ്രൊഡക്ട്സാണ് നമ്മൾ പലപ്പോഴും റിവ്യൂ ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൻ്റെ എൻ്റയർ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡൊക്കെ നമ്മൾ ഈ ശക്തിയുടെ കോബിൾ ബ്ലോക്ക് നമ്മളിപ്പോൾ കണ്ട ആ കോബിൾ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ആർട്ടിഫിഷ്യൽ കോബിൾ സ്റ്റോൺ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ താഴത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള പോളിഷിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് പുള്ളി പറഞ്ഞതുപോലെ ഇത് ചെയ്ത് വരുമ്പോൾ ഉള്ളതിൻ്റെ ഒരു നാച്ചുറൽ കളർ ആ കളറിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചൊരു വാഷൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് റോ ആയിട്ട് കിടക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റോ ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഈ ഒരു ഇതിവിടെ ചെയ്തിട്ട്. ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശക്തിയുടെ ലേബേഴ്സിനെ ഇത് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ എൻ്റയർ ഇവിടെ നമ്മൾ ലെവലൊക്കെ ചെയ്തു. ആ പറഞ്ഞതുപോലെ റോളറൊക്കെ ചെയ്തിട്ട് നല്ല ലെവല് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടൊരു ഫുൾ സെറ്റ് മഴ കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലായി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഓഫീസിൻ്റെ മെയിൻ എൻട്രി കൂടെയാണിത്. അപ്പോൾ എല്ലാ വണ്ടികളും വരുന്നതും ഇത് നടക്കുന്നതൊക്കെ ഇത് കൂടെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ലോക്ക് ബ്രിക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 സൈസിൽ വരുന്നുണ്ട്. 6 ഇഞ്ച് ഉണ്ട്, 8 ഇഞ്ച് ഉണ്ട്. ഇന്റർലോക്ക് ബ്രിക്ക് ആണ് നമ്മൾ ഈ പറഞ്ഞ ലോക്ക് ബ്രിക്ക് എന്ന് പറയുന്നത്. നമുക്ക് പടവിന് മണലും സിമെന്റും ആവശ്യമില്ല. ഞാനിവിടെ അതുപോലെ നിങ്ങൾ ഇവിടെ ഒരു വാള് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നീറ്റ് പെർഫെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ആ വാള് ഞാനൊന്ന് കാണിച്ചു തരാം. പ്ലാസ്റ്റിക്കിന്റെ ആവശ്യമില്ല, പെയിന്റിങ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലൈ ആഷ് ഇഷ്ടിക, സിമെന്റ് ഇഷ്ടിക അത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ മറ്റേ സാധാരണ നമ്മുടെ ഇഷ്ടികനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സിമെന്റ് ഇഷ്ടിക അല്ലേ? ഇതും സ്മൂത്ത് ഫിനിഷ് ആണ്.
പ്ലാസ്റ്ററിംഗിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ ഗ്രാസ് പേപ്പറിന്റെ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ഡിസൈനാണ് ഡിസ്പ്ലേ. ഡിസൈനിലുള്ള ഒരു വെറൈറ്റി എനിക്ക് തോന്നിയത് ഇത് കണ്ടു കഴിഞ്ഞ ഒരു സെറാമിക് ഒക്കെ പോലെ ഭയങ്കര സ്മൂത്ത് ഫിനിഷ് ആണ്. രസമുള്ള ഒരു ഗ്രാസ് പേപ്പർ ആണ്. ഗ്ലോസി പ്ലസ് നമുക്ക് കെർബ് സ്റ്റോൺ വരുന്നുണ്ട്. 2 സൈസിൽ വരുന്നുണ്ട് കെർബ് സ്റ്റോൺ. പിന്നെ AAC ബ്ലോക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡീലർഷിപ്പിൽ എക്സ്റേസും ബാക്കിയെല്ലാം നമ്മളെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ഇന്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ട്, അത് സിമെന്റ് ഇന്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ട് നേരെ പെയിന്റ് അടിച്ചത്. ഞാനത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈവൻ സർഫേസ് ആയിട്ട്, അതായത് ശരിക്കും നമ്മൾ പോയിന്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തൊക്കെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഫിനിഷിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തെടുക്കാം. കാരണം പ്ലാസ്റ്ററിംഗ് ഒന്നുമില്ല, സിമെന്റ് യൂസ് ചെയ്തിട്ടില്ല. താഴത്തുള്ള ഒരു ഗ്രൗട്ടും ലിൻഡലും ആയിരിക്കും. ഇവിടെ ലിൻഡലും ഇല്ല, കാരണം സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് മുകളിൽ സ്റ്റീൽ വെച്ചിട്ട് ലോക്ക് ചെയ്തേക്കാണ് അവർ. അപ്പോൾ ഈ ഒരു ഫിനിഷിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്തിക്കാൻ പറ്റും. ഇത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു വാള് പ്ലാസ്റ്റേർഡ് ആണോ? സെയിം തന്നെ, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. പുട്ടിയിട്ടിട്ട് ഡയറക്റ്റ് പുട്ടി, ഇതിന്റെ മേലെ ഡയറക്റ്റ് പുട്ടി, ഈ വാളില് നേരെ പുട്ടിട്ട് പെയിന്റ് അടിച്ചതാണ്. പെയിന്റിംഗ് ചെയ്തു. ഓക്കെ, അപ്പൊ നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അത് നല്ല ഫിനിഷ് വന്നിട്ടുണ്ട്. സ്മൂത്ത് ഫിനിഷിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഇങ്ങനത്തെ, അതായത് പല ആളുകൾക്ക് ഇത്രയും എക്സ്പോസ്ഡ് സാധനം ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. നമുക്ക് ഒരു പുട്ടിയിട്ട ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പുട്ടിയിട്ട് ഈ ഫിനിഷ്. ഇതിപ്പോ എത്ര വർഷമായി ചെയ്തിട്ടുണ്ടാവും? ഇതിപ്പോ 2 years ആയി. ക്രാക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നീറ്റായിട്ട്. വർക്ക്മാൻഷിപ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. വർക്ക്മാൻഷിപ്പ് നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ വർക്ക്മാൻഷിപ്പ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ അകത്ത് കണ്ടിട്ടുള്ള പെയിന്റഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ബ്രിക്കിന്റെ നേരെ ഔട്ട്സൈഡ് ആയി കാണുന്നത്. ഔട്ട്സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നീറ്റായിട്ട് നമ്മുടെ സിമെന്റ് ഇന്റർലോക്കിംഗ് ബ്ലോക്കുകൾ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പുറമെ ജസ്റ്റ് ക്ലിയർ അടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് ആ നെയിം ബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷസ് എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള അറിയാം. അപ്പോൾ നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടുള്ള ആളുകൾക്ക് ഈ പറയുന്ന നമ്മുടെ മഡ് ബ്ലോക്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട. നമുക്ക് ശക്തി സ്റ്റോൺ മാർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കോസ്റ്റിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ലോറി കയറ്റുക, ചുറ്റി കടിക്കുക, ഇങ്ങനെയുള്ള പണികളൊന്നും ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല. കാരണം അത് വീണ്ടും റിപ്പീറ്റേഷൻ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. കാരണം നമ്മളിതിൻ്റെ ഒരു എന്താ പറയുക, കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കയറി ഈ മഡ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഇന്ന ബ്ലോക്കോ എടുക്കണം എന്ന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യണത്. നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ട് നിങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഏത് ബ്ലോക്ക് എടുക്കുന്നതായിരിക്കും നന്നാവും എന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ഒരു ബ്ലോക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.